ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു 4 മണി പലഹാരമാണ് ഉള്ളിവട. എന്നാലും ഈ പ്രാവശ്യം ഉള്ളിവട ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളും കൂടി ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഒരു 4 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈ വെച്ച് തന്നെ നന്നായിട്ട് തിരുമ്മി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഈ സവാളയുടെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വരാനായിട്ടാണ് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഒരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി കുരുകുരാന്നരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. 3-4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും പൊടിപൊടിയായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 പിഞ്ച് കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കടലപ്പൊടിക്ക് പകരം മൈദപ്പൊടി ആയാലും മതി. അതുപോലെ തന്നെ കോൺഫ്ലവറിന് പകരം അരിപ്പൊടിയോ റവയോ ആയാലും മതി. എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത്. ഇതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് എടുത്ത് നമുക്കിങ്ങനെ ഉരുട്ടി കയ്യിൽ വെച്ച് തന്നെ പരത്തിയെടുക്കാം. അല്പം കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം. എന്നാലല്ല നമ്മളത് പൊരിച്ചെടുക്കുമ്പോൾ ഉള്ളിലൊക്കെ കുക്കായി വരുള്ളൂ. നമ്മൾ എത്ര സവാള എടുക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ പൊടികൾ ആഡ് ചെയ്യുന്നതും വ്യത്യാസം വന്നിരിക്കും. ഷേപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കാം. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഏതിൽ വേണമെങ്കിലും പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. അതിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പാനിൻ്റെ അടിയിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. ഇത് ഓരോന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം മീഡിയം ടു ഹൈയിലേക്ക് മാറ്റാം. ഈ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ നമ്മുടെ ഉള്ളിവട ഉള്ളിൽ കുക്കാവാണ്ടും പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയാൽ നമുക്ക് ഇതിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഷേപ്പാക്കി മാറ്റി വെച്ചിട്ടുള്ള അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. നല്ല സ്ട്രോങ് ചൂടുള്ള ചായയുടെ കൂടെ ഉള്ളിവട അടിപൊളിയാണ്. സംഭവം ഈ എണ്ണ പലഹാരങ്ങളൊന്നും നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ലെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ കഴിക്കാനൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൊതിയുണ്ടല്ലേ. നമ്മൾ മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു 4 മണി പലഹാരം തന്നെയാണ് ഉള്ളിവട. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഉള്ളിവട ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.